ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതെ, ഇന്ന് 2 ന്യൂസ് കണ്ടു. ആ 2 ന്യൂസും ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നി. എന്ന് വെച്ചാൽ, ഒരു ന്യൂസ് പാലക്കാട് ചിറ്റൂർ ഒരു 80 വയസ്സുള്ള ഒരു കുഞ്ഞ് വീണ് കയ്യിലൊരു മുറിവുണ്ടായി. ഇച്ചിരി വലിയ മുറിവാണ്. ആ മുറിവ് വെച്ച് അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ, ജില്ലാ ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, പോയപ്പോൾ അവർ ആ മുറിവ് വെച്ച് മരുന്നൊക്കെ വെച്ച് കെട്ടി വിട്ടു. അതിൻ്റെ മേളിൽ കൂടെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വിട്ടു. അവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു കുട്ടിക്ക് വേദന സഹിക്കാൻ വയ്യാതെ പിന്നെയും ചെന്നപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ ആ പ്ലാസ്റ്ററോട് കൂടി തിരിച്ച് ആ പ്ലാസ്റ്റർ ആ മുറിവും ഒക്കെ വെച്ച് കെട്ടി പിന്നെയും 2 എല്ലൊക്കെ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. മരുന്ന് കൊടുത്ത് 5 ദിവസത്തെ മരുന്നും കൊടുത്ത് തിരിച്ചു വിട്ടു. 5 ദിവസത്തെ മരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞാകപ്പാടെ ബോധക്ഷയവും ഒക്കെ വന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്ലാസ്റ്ററൊക്കെ പറിച്ച് പിക്കുന്ന ഒരു വല്ലാത്ത വേദന കൊണ്ടൊരവസ്ഥയിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു. ഇപ്പോൾ സംഭവം, ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റി. മറിച്ച് ആ അമ്മ പറയുന്ന കേൾക്കാം. കുഞ്ഞ് എണീറ്റപ്പോൾ അമ്മ എൻ്റെ കൈ കാണാനില്ല, ഇവിടെ പോയി എന്ന്. കാശുള്ളവൻ എന്തും പറ്റും, പൈസ ഉണ്ടെങ്കിൽ എന്തും പറ്റും. അതാണ് വേറൊരു ന്യൂസ്. കാശുള്ളതിൻ്റെ പേരിൽ മാത്രം, അല്ലാതെ എന്ത് ക്വാളിറ്റിയുടെ പുറത്താണെങ്കിൽ എത്ര പാവമെന്ന് പറഞ്ഞാലും ദൈവങ്ങൾ വരെ വീട്ടിൽ വരും. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മാലയിട്ട് വ്രതം നോക്കിയൊക്കെ അയ്യപ്പനെ തൊഴാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയ്യപ്പന് നേരെ നടന്നു വന്ന് കാശുള്ളവൻ്റെ വീട്ടിനകത്ത് പോയിട്ട് വരുന്നു. ഇനി ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, മനുഷ്യരായിട്ട് ചെയ്യുന്നതാണോ, എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അർഹതപ്പെട്ടവന് ഒരിക്കലും നീതി കിട്ടില്ല. പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ ഒരു സമയം ഉണ്ടാകുന്ന സമയത്ത്, അതായത് നല്ലൊരു സമയത്ത് എല്ലാം നടക്കും. ഇനി ആ കുഞ്ഞ് എത്ര കാലം ഒറ്റ കൈയും വെച്ചിട്ട് ജീവിക്കണം? ഇവർ അവരുടെ ഇത്രയും വലിയ MBBS കാര്യങ്ങളൊക്കെ പഠിച്ച ഡോക്ടർമാർക്ക് കുറച്ചൊരു കോമൺ സെൻസ് ഇല്ലേ? നോക്കാനും ജസ്റ്റ് ഒന്ന് എന്താണ് ആ കുഞ്ഞ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാനും എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നോക്കാണ്ട് പോലും ആ മുറിവിൻ്റെ മേലെ കൂടെ പ്ലാസ്റ്റർ ഇട്ട് വെച്ച് ആ മുറിവ് പഴുപ്പെല്ലാം കൈക്കൊക്കെ അകത്തോട്ടായി മൊത്തം അത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരെ എത്തിക്കണമെങ്കിൽ എന്തുമാത്രം അശ്രദ്ധയാണെന്ന് ആലോചിക്കണം. അതേസമയം അവിടെ ഒരു കാശുള്ളവനായിരുന്നെങ്കിൽ ഇതുവല്ലോ എങ്കിൽ അവിടെ നിന്ന് Z കാറ്റഗറി സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് പേവാടൊന്നും അതിനപ്പുറത്തോട്ട് പയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തവന്മാർ കൊണ്ടുപോയേനെ. ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും, സങ്കടം തോന്നും. കാശില്ലെങ്കിൽ മനുഷ്യർ ജീവിച്ചിരിക്കരുതെന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആൾക്കാർ പൈസയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. നമ്മൾ മൊബൈൽ നോക്കിയാലും കാണാം, ഓരോ സ്ത്രീകൾ വന്നിട്ട് ഒട്ടും വസ്ത്രങ്ങളില്ലാണ്ട് വീഡിയോ ചെന്നു. അവർക്ക് കാശാണ്. ഈ പറയുന്നവരാരെങ്കിലും അവർക്ക് ചിലവിന് കൊടുക്കില്ല. കാശാണ് മുഖ്യം. കാശുണ്ടെങ്കിൽ കുറേ കാശുണ്ടാക്കുമെങ്കിൽ അവർക്കറിയാം അവർക്ക് നല്ല വില കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇത്രയേ ഉള്ളൂ. കാശുള്ളവൻ്റെ വീട്ടിൽ ദൈവം നേരിട്ട് വരും. കാശില്ലാത്തവന് തലവേദനയാണെന്ന് പറഞ്ഞ് ചെന്നാൽ തല വേണമെങ്കിൽ വെട്ടിമുറിച്ച് മാറ്റി വയ്ക്കും. അവിടെയും പൈസയാണ്. അതുകൊണ്ട് അത് ഈ ഒരിക്കൽ 2 ദിവസം മുന്നേ എൻ്റെ മോളൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. ചെന്നപ്പോൾ ഡോക്ടർ സിങ്ക് പരിശോധിക്കാൻ എഴുതി കൊടുത്ത് ഒരു 3-4 ക്യൂവിലൊക്കെ പോയി നിന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളോട്ട് പറഞ്ഞ് വിടും. അവസാനം ഒരിടത്ത് ചെന്നിട്ട് ആദ്യമേ ചോദിച്ചു, ഇവിടെ സിങ്ക് പരിശോധിക്കുമല്ലോ? ഓ ശരി, പരിശോധിക്കും. നേരെ അകത്ത് ക്യൂവിൽ നിന്ന് അടുത്തെത്തുമ്പോൾ പുള്ളിക്കാർ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് സിങ്കോ അതെന്തോണോ അതെനിക്കറിഞ്ഞൂടാ. റിസപ്ഷനിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് വന്ന് നിൽക്കുന്ന ഒരാളോട് ചോദിക്കും, സിങ്കോ അതെന്തോന്നു, അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാന്ന്. അവസാനം സഖിയിട്ട് അവൾ നേരെ ഡോക്ടറെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ ഇതിവിടെ പരിശോധിക്കുകയോ ഇല്ലയോ? ഇല്ല, ഞാനിതിവിടെ കൊണ്ടുപോയി കാണിക്കട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി പരിശോധിക്കണ്ട, ഒരു മെഡിസിൻ കൊടുത്തിട്ട് ഇനി പരിശോധിക്കണ്ടെന്ന്. ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ നോർമലായൊരു പാവങ്ങളുടെ അവസ്ഥയാണ്.